ചരിത്ര ഗ്രന്ഥമായ ബൈബിളിലെ ചരിത്രകാരനായ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇപ്രകാരമാണ്. തിബിരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യനാട് വാഴുമ്പോൾ ഹേരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇദൂര്യത്ര ഗോനിത്തി ദേശങ്ങളിലും ലുസ്യാനസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായി ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സെക്കരിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ എന്നാരംഭിച്ചു എന്ന ചോദ്യം പോലും അപ്രസക്തമാക്കും വിധം ക്രമവും സൂക്ഷ്മവുമായ ചരിത്രമാണ് ലൂക്കോസ് രേഖപ്പെടുത്തുന്നത്. ലോക ചരിത്രത്തോടൊപ്പമാണ് യേശുക്രിസ്തുവിന്റെ ചരിത്രവും ഉള്ളത്. ചരിത്രത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ മാറ്റി നിർത്താൻ നോക്കിയാൽ സൂര്യനില്ലാത്ത ആകാശം പോലെ ചരിത്രം ഇരുണ്ടുപോകും. AD 14 മുതൽ 37 വരെയുള്ള 23 വർഷക്കാലമാണ് തിബിരിയാസ് കൈസറുടെ വാഴ്ചയുടെ കാലം. അദ്ദേഹത്തിന്റെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ വീഴ്ചയ്ക്ക് മുമ്പുള്ള 8-ാം വർഷത്തിൽ യോഹന്നാൻ സ്നാപകന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ഏത് സിംഹാസനവും ആളൊഴിഞ്ഞ് ശൂന്യമാകുന്നത് പോലെ 78-ാം വയസ്സിൽ തിബിരിയാസ് കൈസർ മരിച്ചു. അദ്ദേഹത്തിന്റെ ചരിത്രത്തോടൊപ്പം രേഖപ്പെടുത്തുന്ന പൊന്തിയോസ് പീലാത്തോസ്, അദ്ദേഹം റോമൻ ഗവർണർമാരിൽ ഒരാളായി യഹൂദ്യ നാട്ടിലേക്ക് വന്ന 5-മനായിരുന്നു. യേശുക്രിസ്തുവിനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ എന്ന് കൽപ്പിച്ച പീലാത്തോസ് സ്വാഭാവിക മരണമല്ല മരിച്ചത്. തിബിരിയാസ് കൈസർ റോമിലേക്ക് തിരിച്ചു വിളിച്ചതിനെ തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് ചരിത്ര വായനയിൽ കണ്ടെത്താൻ സാധിക്കുന്നത്. വലിയ ഹേരോദാവിന്റെ മക്കളാണ് ഇടപ്രഭുക്കന്മാരായി പിന്നീട് വന്നത്. ഇടപ്രഭുക്കന്മാർ, ടെട്രാർക്ക് എന്ന് പറയുന്ന ഇവർ പാലസ്തീനെ 4-ആയി വിഭജിച്ച് ഓരോന്നിന്റെ ഭരണം ഓരോരുത്തർ ഏറ്റെടുക്കുകയായിരുന്നു. അതിൽ 1-മനാണ് ഹേരോദ അന്തിപ്പാസ്. അദ്ദേഹമാണ് യോഹന്നാൻ സ്നാപകനെ കൊല്ലുന്നതിന് കൽപ്പന കൊടുത്തത്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഹേരോദ ഫിലിപ്പോസ്. ഇദൂര്യത്ര ഗോനിത്തി ദേശങ്ങൾ കേന്ദ്രമാക്കി ഭരണം നടത്തി വന്നിരുന്നു. ലുസ്യാനസ് ദമസ്കോസിന് 18 മൈൽ ദൂരെ അബിലേനയിൽ ഭരണം നടത്തി വന്നിരുന്നു. ഇവിടെ രേഖപ്പെടുത്താത്ത മറ്റൊരു മകൻ കൂടെ മഹാനായ ഹേരോദാവിനുണ്ടായിരുന്നു. മത്തായി 2:22 ആ ചരിത്രം നാം വായിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് അർക്കലയാസ് എന്നാണ്. അർക്കലയാസ് യഹൂദ്യ, ശമര്യ, ഏദോം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഭരണം നടത്തിയിരുന്നത്. യേശു കുഞ്ഞിനെയും കൊണ്ട് മറിയയും യോസേഫും യഹൂദിയിലേക്ക് വരുവാൻ ആഗ്രഹിച്ചപ്പോൾ അർക്കലയാസ് ആണ് അവിടെ ഭരിക്കുന്നത് എന്നറിഞ്ഞ് ഭയപ്പെട്ട് ഗലീലിലേക്ക് മാറിപ്പോയി എന്നൊരു ചരിത്രമുണ്ട്. അർക്കലയാസ് ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായിരുന്നെങ്കിലും ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവിനോട് അസൂയയുള്ളവരും കർത്താവിനെ വിചാരണ ചെയ്തവരിൽ ചിലരുമായിരുന്നു. ആളുമരങ്ങുമൊഴിഞ്ഞു. ഈ പറഞ്ഞ നേതാക്കന്മാരുടെയും ഇടപ്രഭുക്കന്മാരുടെയും കൈസർമാരുടെയും സിംഹാസനങ്ങൾ വീണുടഞ്ഞുപോയി. അവരുടെ കൊട്ടാരങ്ങൾ ചണ്ടിക്കൂമ്പാരങ്ങളായി. പ്രതാപങ്ങളെല്ലാം അവസാനിച്ചു. ഹേരോദ അന്തിപ്പാസ് കൊന്ന യോഹന്നാൻ സ്നാപകൻ മരിക്കുന്നതുവരെ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ ജീവിക്കുകയും ഇപ്പോൾ കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. അവർ ഇല്ലാതാക്കുവാനും പിന്നീട് ക്രൂശിക്കുകയും ചെയ്ത കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. ഒരു ഇടപ്രഭുവായല്ല, മുഴുലോകത്തിൻ്റെയും വെളിച്ചമായി, രക്ഷിതാവായി നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.